നഖം മുറിക്കൽ സുന്നത്താണെന്ന് മനസ്സിലായി. അതിന് പ്രത്യേകമായ ദിനമുണ്ടോ? ഏതെങ്കിലും പ്രത്യേക ദിനത്തിൽ നഖം മുറിക്കൽ സുന്നത്തുണ്ടോ? ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട, ചില റിപ്പോർട്ടുകളിലൊക്കെ വ്യാഴാഴ്ച എന്നും വെള്ളിയാഴ്ച എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ കാണാമെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചറിഞ്ഞിട്ടുള്ള നിരൂപകന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം, ഒരു പ്രത്യേക സമയം എന്ന നിലക്ക് അങ്ങനെ നഖം മുറിക്കൽ പറഞ്ഞിട്ടില്ല. എപ്പോഴാണോ ആവശ്യമായി വരുന്നത് ആ സമയത്ത് അത് നിർവഹിക്കുക. പ്രത്യേകം ഒരു ദിനമോ പ്രത്യേക സമയമോ അതിന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് തന്നിട്ടില്ല. എന്നാൽ അതിന് പ്രത്യേക രൂപമുണ്ടോ? അങ്ങനെ രൂപമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ചില പണ്ഡിതന്മാരെ കാണുവാൻ സാധിക്കും. ഇപ്പോ ചില ആളുകളുടെ അഭിപ്രായങ്ങളിൽ, മദ്ഹബിന്റെ ഒക്കെ പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളിൽ, അവർ കുടുംബിനികൾക്കൊക്കെ വേണ്ടി ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങളിലും അതുപോലെ തന്നെ അവരുടെ മാസികകളിലുമൊക്കെ അവർ നൽകിയിട്ടുള്ള ചില പ്രത്യേകമായ രൂപങ്ങളും ക്രമങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായി, ഒരു മാസികയിലേക്ക് ചില ആളുകൾ എഴുതി ചോദിച്ച ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കൈകാലുകളിലെ നഖം മുറിക്കുന്നതിന് പ്രത്യേക ക്രമമോ ദിവസമോ സമയമോ നോക്കേണ്ടതുണ്ടോ? ഈ ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടി, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് നഖം മുറിക്കൽ സുന്നത്ത്. നോക്കൂ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അങ്ങനെ ഒരു സുന്നത്ത് എന്ന് പറയാൻ മാത്രം അതിന് ഹദീസുകളുടെ പിൻബലം ഇല്ല. ഇനി അടുത്തതോ, വലത് ചൂണ്ടുവിരലിൽ തുടങ്ങി ക്രമപ്രകാരം ചെറുവിരൽ വരെയും ശേഷം അതിൻ്റെ തള്ളവിരലിലെയും നഖം മുറിക്കുക. പിന്നെ ഇടതു കൈയിൻ്റെ ചെറുവിരൽ തുടങ്ങി തള്ളവിരൽ വരെ ഇടവിടാതെ മുറിക്കണം. കാലിൻ്റേത് വലത് ചെറുവിരലിൽ തുടങ്ങി ക്രമപ്രകാരം തള്ളവിരൽ വരെയും ഇടത്തെ കാലിൻ്റെ തള്ളവിരലിൽ തുടങ്ങി ചെറുവിരലിൽ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നിങ്ങനെയുള്ള തുഹഫയിലുള്ള ഫതുഹുൽ മുഈൻ പോലെയുള്ള ഫിഖ്ഹിന്റെ കിതാബുകളിലുള്ള ചില ഉദ്ധരണികൾ നൽകിക്കൊണ്ട് അതിൻ്റെ ക്രമം അദ്ദേഹം തൻ്റെ ചോദ്യോത്തര വേളയിൽ ആ മാസികയിലൂടെ അല്ലെങ്കിൽ അത് ക്രോഡീകരിച്ചിട്ടുള്ള പുസ്തകത്തിലൂടെ നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഉദാഹരണമായി പല പണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ ഈ കാര്യത്തെ നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് എന്താണ്? വലം യസ്ബുത്ത് ഫീ തർതീബിൽ അസാബിഇ ഇൻദൽ ഖസ്സി ശൈഉൻ മിനൽ അഹാദീസി എന്നാണ്. അതായത് കൈവിരലുകളിലെ നഖങ്ങൾ, അതല്ലെങ്കിൽ വിരലുകളിലെ നഖങ്ങൾ മുറിക്കുന്ന വേളയിൽ അതിന് ക്രമം നിശ്ചയിച്ചുകൊണ്ട് പലരും അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ ഒരൊറ്റ ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ വലത്തെ കൈ കൊണ്ട് ആരംഭിക്കണം എന്ന് പറഞ്ഞത് നമുക്ക് പിന്നെയും പിടിച്ചു നിൽക്കാം, അതിന് വലിയൊരു തകരാറൊന്നുമില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് കാര്യത്തിലും കാന യുഅ്ജിബുഹു തയമ്മുൻ, അവിടുന്ന് വലതുഭാഗത്തെ മുന്തിക്കലാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. മുടി ചീകുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും ചെരുപ്പ് ധരിക്കുമ്പോഴും ഒക്കെ, എല്ലാ കാര്യത്തിലും, ശുദ്ധീകരണത്തിൽ, വുദൂഇന്റെ ഘട്ടത്തിലുമൊക്കെ. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്ന ഇത് നമുക്ക് ന്യായീകരിക്കാം. ആ അർത്ഥത്തിൽ അങ്ങനെ പറയുന്നുവെങ്കിൽ അതിന് തകരാറുമില്ല. അതേ അവസരത്തിൽ അതൊന്നുമില്ലാതെ, സഹിഹായ ഒരു ഹദീസിന്റെയും പിൻബലമില്ലാതെ ഇങ്ങനെ വലത്തെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ചെറുവിരൽ വരെ, അവസാനം തള്ളവിരല്, ഇടത്തെ കൈയിൻ്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി നേരെ തള്ളവിരൽ വരെ, പിന്നെ കാലുകളുടേതും പ്രത്യേക രൂപം, ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഒരു രേഖയും ഇല്ല. അത് പറഞ്ഞവർ അതിന് പിൻബലം നൽകുന്ന ഒരൊറ്റ ഹദീസും ഉദ്ധരിച്ചിട്ടില്ല എന്ന് വരെ ആര് പറയുന്നുണ്ട്? ഫതുഹുൽ ബാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യം ചർച്ച ചെയ്യുന്ന വേളയിൽ അദ്ദേഹം പറയുന്നുമുണ്ട്, വഖദ് അൻകറ ഇബ്നു ദഖീഖുൽ ഈദ്, ഇബ്നു ദഖീഖുൽ ഈദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അതിശക്തമായി തന്നെ ഈ കാര്യത്തെ എതിർത്തിട്ടുണ്ട്. ഈ അഭിപ്രായം പറഞ്ഞവരിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇമാം ഗസ്സാലി പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഇബ്നു ദഖീഖുൽ ഈദിനെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എതിർത്തു എന്ന് മാത്രമല്ല, അവർ ഇപ്രകാരം പറയുക കൂടി ചെയ്തു, കുല്ലു ദാലിക ലാ അസ്ല ലഹു, അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ലാത്ത വർത്തമാനമാണ്. അങ്ങനെ ഒരു ക്രമം നിശ്ചയിക്കുന്നതിന് ഹദീസിന്റെ പിൻബലമായിട്ട് ഒരു അടിസ്ഥാനം പറയാൻ ഇല്ല. അതുകൊണ്ട് വിവരമുള്ള ആളുകൾ അങ്ങനെ ഇന്ന ഒരു കാര്യത്തിന് തെളിവില്ലാത്ത ഒരു കാര്യത്തെ ഇങ്ങനെ പ്രവർത്തിക്കൽ സുന്നത്താണ്, പുണ്യകരമാണ് എന്ന് പറയൽ പാടില്ലാത്തതാണ് എന്ന് വരെ, അതൊരു അരുതാത്ത സമ്പ്രദായമാണ് എന്ന് വരെ അവർ കണിശമായി പറഞ്ഞു. എന്തിനാ സഹോദരങ്ങളെ ഇത് ഞാൻ സൂചിപ്പിക്കുന്നത്? പല വലിയ പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിൽ ഒരു പക്ഷേ ഹദീസുകളിൽ ഇല്ലാത്തത് കണ്ടാൽ
അത് പറഞ്ഞ പണ്ഡിതന്മാർ ആരായിരുന്നാലും ഹദീസുകളുടെ പിൻബലമില്ലാതെയാണ് അവർ പറയുന്നതെങ്കിൽ അവരുടെ വാക്കുകൾ കൊണ്ട് മാത്രം ഒരു കാര്യം സുന്നത്താണെന്ന് പറയാൻ നിവൃത്തിയില്ല എന്ന് പലപ്പോഴും നമ്മൾ പല വിഷയങ്ങൾ പറയുന്നിടത്തും പറയാറുണ്ട്. അപ്പോഴൊക്കെ പറയും, ഇന്ന പണ്ഡിതൻ പറഞ്ഞൊരു കാര്യത്തെക്കാൾ അപ്പുറം അതിനെ തിരുത്താൻ നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരുമായിട്ടല്ല. പലപ്പോഴും ഏതൊരു വിഷയവും പുണ്യകരം എന്ന് പറയണമെങ്കിൽ ശർഈയായി പുണ്യകരം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് പറയണമെങ്കിൽ അത് ഏത് കാര്യമാവട്ടെ, അതിന് ദലീല് വേണം, തെളിവ് വേണം. തെളിവില്ലാതെ എത്ര വലിയ പണ്ഡിതൻ സംസാരിച്ചാലും അത് പ്രമാണമല്ല എന്ന കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഒന്ന് പ്രത്യേകം ഊന്നി പറഞ്ഞത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇത്രത്തോളം ഇസ്ലാമികമായ കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് പുണ്യകരമായതുണ്ടോ എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവയുടെയൊക്കെ കാര്യത്തിൽ നമുക്കും ശ്രദ്ധ വേണം. ഇന്ന് ഫാഷന്റെ പേരിൽ പല സ്ത്രീകളും അവരുടെ നഖങ്ങൾ ഒരുപാട് കൂർപ്പിച്ച് നീട്ടി വളർത്തുന്ന, എന്നിട്ട് അതിൽ പല പെയിന്റുകൾ കളറുകൾ കൊണ്ട് അലങ്കരിക്കുന്ന, ഇനി അതല്ലെങ്കിൽ കൂർത്തുമൂർത്ത നഖങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് നഖങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നും ഇസ്ലാമികമല്ല. അങ്ങനെ നഖങ്ങൾ വളർത്തരുത്. നഖം വളർത്താതെ മുറിക്കലാണ് ഒരു മുസ്ലിം പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ സ്വീകരിക്കേണ്ടുന്ന സമ്പ്രദായം. അതിലപ്പുറമുള്ളത് അന്യരുടെ സംസ്കാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വാസമുള്ളവർക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക.